3 മത്സരങ്ങൾക്ക് മുമ്പ് ലാലിഗയിൽ 5 പോയിന്റ് ലീഡിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു റയൽ ഉണ്ടായിരുന്നത്. എന്നാൽ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാഴ്സയ്ക്ക് താഴെ രണ്ടാം സ്ഥാനത്ത് 1 പോയിന്റ് ഡിഫറൻസിലാണ് നിലവിൽ റയൽ മാഡ്രിഡ് ഉള്ളത്. കഴിഞ്ഞ 3 മത്സരങ്ങൾ ലാലിഗയിൽ നടന്ന 3 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റാണ് റയൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. 3 മത്സരവും സമനില. അവസാനം കളിച്ച 5 കളിയിൽ ഒരേ ഒരു വിജയമാണ് റയലിനുള്ളത്, 1 തോൽവിയും 3 സമനിലയും. റയൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഒട്ടും തന്നെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ്. ഡിഫെൻസീവ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഒട്ടും തന്നെ അവരുടെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ എല്ലാം സെറ്റാണ്, എന്നാൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ ആ ഡിഫെൻസീവ് മിഡ് ഷട്ട് ഡൗൺ ആയ അവസ്ഥയാണ്. അതാണ് റയൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ബാഴ്സയെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ സന്ദേശിക്കുമെന്ന് വേണ്ട, അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടാണ്. ഈ സീസണിൽ കളിച്ച എല്ലാ വലിയ ടീമുകൾക്കോടും നിങ്ങൾ തോറ്റിട്ടുണ്ട്. അറിയാലോ, റയലിനോട് തോറ്റു, PSG തോറ്റു, ചെൽസിയോട് തോറ്റു, ഇപ്പോൾ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരികയാണ്. കണ്ടറിയണം.